ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അടുത്ത മാസം 9 വരെ പിരിഞ്ഞു. ന്യൂഡൽഹിയിലെ സേവാ തീർത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഭാരതത്തിന്റെ വികസന യാത്രയിലെ പുതിയ തുടക്കമാണിതെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന്റെ അടുത്ത 25 വർഷത്തെ വികസന ദിശ നിർണ്ണയിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച നഗരനയത്തിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെയും സൌജന്യ കൈത്തറി യൂണിഫോമിന്റെയും സംസ്ഥാനതല വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അതിവേഗ റെയിൽ ഗതാഗതത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്ന 7 റെയിൽ പദ്ധതികളുടെ സാധ്യതാ പഠനത്തിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി സിംബാബ്വെ. വാർത്തകൾ വിശദമായി. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അടുത്ത മാസം 9 വരെ പിരിഞ്ഞു. കഴിഞ്ഞ മാസം 28-ന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെയാണ് ബജറ്റ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. നന്ദിപ്രമേയ ചർച്ചകൾക്കും ബജറ്റ് ചർച്ചകൾക്കും സമ്മേളന കാലയളവിൽ ഇരുസഭകളും വേദിയായി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. അടുത്ത മാസം 9-ന് ആരംഭിക്കുന്ന രണ്ടാം ഘട്ട സമ്മേളനം ഏപ്രിൽ 2 വരെ നീളും. ന്യൂഡൽഹിയിലെ സേവാ തീർത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയാണ് സേവാ തീർത്തിൽ പ്രവർത്തിക്കുന്നത്. PM റാഹത്ത് പദ്ധതി അടക്കം കർഷകർക്കും വനിതകൾക്കും യുവജനങ്ങൾക്കും ഗുണകരമാകുന്ന സുപ്രധാന തീരുമാനങ്ങളിലാണ് പുതിയ ഓഫീസിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ആദ്യമായി ഒപ്പുവച്ചത്. ഭാരതത്തിന്റെ വികസന യാത്രയിലെ പുതിയ തുടക്കമാണിതെന്ന് സേവാ തീർത്തിൽ നടക്കുന്ന പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. കർത്തവ്യ ഭവൻ 1, 2 എന്നിവയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. ധനകാര്യം, പ്രതിരോധം, വാർത്താവിതരണ, പ്രക്ഷേപണം തുടങ്ങി സുപ്രധാന മന്ത്രാലയങ്ങളാണ് കർത്തവ്യ ഭവൻ 1, 2 എന്നിവയിലായി പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തിന്റെ അടുത്ത 25 വർഷത്തെ വികസന ദിശ നിർണ്ണയിക്കുന്നതിന് സർക്കാർ രൂപീകരിച്ച നഗരനയത്തിന് ഇന്നു ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. രാജ്യത്ത് ആദ്യമായി നഗരനയം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്ത് ഗ്രഫീൻ ആവാസ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ഗ്രഫീൻ നയത്തിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കേരളത്തിൽ ഗ്രഫീൻ അനുബന്ധ ഗവേഷണവും വ്യവസായങ്ങളും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചങ്ങനാശ്ശേരിയിൽ അഡീഷണൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സ്ഥാപിക്കാനും തീരുമാനമായി. നടപ്പ് അധ്യയന വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞത് മികച്ച മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളുടെയും സൌജന്യ കൈത്തറി യൂണിഫോമിന്റെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികളുടെ കൈകളിൽ പാഠപുസ്തകവും യൂണിഫോമും എത്തിക്കുന്നത് ഭരണപരമായ മികവിന്റെ ഉദാഹരണമാണെന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിൽ അതിവേഗ റെയിൽ ഗതാഗതത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്ന 7 റെയിൽ പദ്ധതികളുടെ സാധ്യതാ പഠനത്തിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 160 കിലോമീറ്റർ വേഗസാധ്യതയാണ് ഇതിലൂടെ പരിഗണിക്കുന്നത്. ഷൊർണൂർ മംഗലാപുരം, കോയമ്പത്തൂർ ഷൊർണൂർ, ഷൊർണൂർ എറണാകുളം, എറണാകുളം കായംകുളം, കായംകുളം തിരുവനന്തപുരം, തിരുവനന്തപുരം നാഗർകോവിൽ 3, 4 പാതകളും തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പുമാണ് ഈ പദ്ധതികൾ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സംഭാവനകൾ നൽകാൻ യുവതലമുറയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രിമാരായ R. ബിന്ദു, J. ചിഞ്ചുറാണി, KN. ബാലഗോപാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക റേഡിയോ ദിനം. 1946 ഫെബ്രുവരി 13-ന് ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. റേഡിയോയും നിർമ്മിത ബുദ്ധിയും എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ഇക്കുറി ലോക റേഡിയോ ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ റേഡിയോ എന്നാൽ ആകാശവാണിയാണെന്നും മാധ്യമ ധാരാളിത്തത്തിനിടയിലും റേഡിയോ ആസ്വദിക്കുന്നവരുടെ എണ്ണം ഏറെയാണെന്നും ആകാശവാണി തിരുവനന്തപുരം നിലയം മുൻ മേധാവിയും പ്രസാർ ഭാരതി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായിരുന്ന ശ്രീ KA മുരളീധരൻ
ഇന്ത്യയിൽ റേഡിയോ എന്നാൽ പൊതുജനങ്ങൾക്ക് അത് ആകാശവാണിയാണ്. വാർത്തകൾ കേൾക്കാനും സംഗീതം ആസ്വദിക്കാനും കൃഷി, ശാസ്ത്ര, ആരോഗ്യ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ ചലനങ്ങൾ അറിയുന്നതിനും വിനോദ വിജ്ഞാന പരിപാടികൾക്കുമായി വിവിധ മാധ്യമങ്ങളുടെ ധാരാളിത്തത്തിനിടയിലും റേഡിയോ ആശ്രയിക്കുന്നവർ ഇന്നും ഏറെയുണ്ട്. ലൈവ് പ്രക്ഷേപണത്തിൽ നിന്ന് തുടങ്ങി അനലോഗ്, ഡിജിറ്റൽ കാലഘട്ടങ്ങളിലൂടെ കാലഘട്ടത്തിലും എത്തിയിരിക്കുന്നു പ്രക്ഷേപണം. ആകാശവാണി അതിന്റെ സാമൂഹിക പ്രതിബദ്ധതയോടെ അതിന്റെ ശക്തിയും ചൈതന്യവും എന്നെന്നും പ്രസരിപ്പിക്കും എന്ന് ഒരു പ്രക്ഷേപകനായ എനിക്ക് വിശ്വാസമുണ്ട്. സംസ്ഥാനത്തും ലോക റേഡിയോ ദിനാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ദിനാഘോഷത്തിന്റെ ഭാഗമായി റേഡിയോകൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് എ. പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാളെ വൈകുന്നേരം നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ചതാണ് ഈ കേന്ദ്രം. 30 കോടിയോളം രൂപ ചെലവഴിച്ച് 5 നിലകളിലായി നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ 200-ലധികം ഇരുചക്ര വാഹനങ്ങളും 130-ലധികം 4-ചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ സൌകര്യമുണ്ട്. കൊച്ചി മെട്രോയുടെ സർവീസ് സമയം മറ്റന്നാൾ മുതൽ രാത്രി 11 മണിവരെയായി ദീർഘിപ്പിച്ചു. യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനയും ഉയർന്നുവരുന്ന യാത്രാ ആവശ്യവും പരിഗണിച്ചാണ് തീരുമാനം. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന്റെ ഓർമ്മദിനത്തിൽ കവിയുടെ ജന്മനാടായ ചവറയിൽ അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കർഷകരുടെയും തൊഴിലാളികളുടെയും കഷ്ടപ്പാടിനെ കവിത കൊണ്ടാറ്റിയ മലയാളത്തിന്റെ മഹാകവി ONV കുറുപ്പിന്റെ 10ാം ചരമവാർഷിക ദിനത്തിൽ കവിയുടെ തറവാട് പരിസരം കാവ്യസ്നേഹികളാൽ നിറഞ്ഞു. മലയാളത്തിന്റെ അക്ഷരപുണ്യമായി കവിതകളിലൂടെയും ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ആസ്വാദക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയുടെ ഓർമ്മ പുതുക്കാൻ പല തലമുറകളിൽപ്പെട്ടവർ തറവാട്ടുമുറ്റത്ത് ഒത്തുചേർന്നു. സ്മൃതി സമ്മേളനം കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കവി ചവറ KS പിള്ള അധ്യക്ഷത വഹിച്ചു. കവി കുരുപ്പിട ശ്രീകുമാർ ONVയുടെ ഭൂമി എന്ന കവിത ആലപിച്ചു. മുക്കത്തോട് ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും ONVക്ക് കാവ്യാർച്ചന നടത്തി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിന്റെ കുടുംബത്തിന് നന്ദി അറിയിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. റോഡപകടത്തെ തുടർന്നാണ് കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകളാണ് ആലിൻ ഷെറിൻ. ഹയർ സെക്കൻഡറി പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വി ഹെൽപ്പ് എന്ന പേരിൽ ടോൾ ഫ്രീ ടെലി കൌൺസിലിംഗ് സഹായ കേന്ദ്രം ഈ മാസം 16 മുതൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ ഫോണിൽ സൌജന്യമായി കൌൺസിലിംഗ് സഹായം ലഭ്യമാകും. ടോൾ ഫ്രീ നമ്പർ 1800-425-2844. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി സിംബാബ്വെ ഉയർത്തിയ 170 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസ് 19.3 ഓവറിൽ 146 റൺസിന് പുറത്താവുകയായിരുന്നു. രണ്ടാം മത്സരത്തിൽ കാനഡ UAE നേരിടുകയാണ്. രാത്രി 7-ന് നടക്കുന്ന മൂന്നാം മത്സരത്തിൽ USA നെതർലാൻഡ്സിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1048 പോയിന്റ് ഇടിഞ്ഞ് 82,626-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 336 പോയിന്റ് താഴ്ന്ന് 25,471-ലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇടിവ്. രാവിലെ പവന് 1,14,240 രൂപയായിരുന്ന സ്വർണ്ണവില ഉച്ചകഴിഞ്ഞ് 480 രൂപ കുറഞ്ഞ് 1,13,760 രൂപയായി. 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 14,220 രൂപയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 10 കോടിയിലധികം രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായതായാണ് കണക്കുകൾ. നടക്കാത്ത ഭജനയുടെ പേരിൽ നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തതായും പമ്പ ഗസ്റ്റ് ഹൌസിലെ മുഖ്യമന്ത്രിയുടെ താമസത്തിന് 2 ലക്ഷം രൂപയാണ് ചെലവായതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അടുത്ത മാസം 9 വരെ പിരിഞ്ഞു. ന്യൂഡൽഹിയിലെ സേവാ തീർത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഭാരതത്തിന്റെ വികസന യാത്രയിലെ പുതിയ തുടക്കമാണിതെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന്റെ അടുത്ത 25 വർഷത്തെ വികസന ദിശ നിർണ്ണയിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച നഗര നയത്തിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെയും സൌജന്യ കൈത്തറി യൂണിഫോമിന്റെയും സംസ്ഥാനതല വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അതിവേഗ റെയിൽ ഗതാഗതത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്ന 7 റെയിൽ പദ്ധതികളുടെ സാധ്യതാ പഠനത്തിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി സിംബാബ്വെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.